നമസ്തേ. സാന്ദ്രാനന്ദാവബോധാത്മകനായ വാതാലയേശന്റെ വാസസ്ഥലമായ പുണ്യഭൂമിയാണ് ഗുരുവായൂർ. ക്ഷേത്രവും അനുബന്ധമായ ഓരോ സംഭവങ്ങളും ഗുരുവായൂര മാഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്നു. ഓരോ മണൽത്തരിയിലും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരും വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പനും നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ ഗുരുവായൂർ എന്ന സ്ഥലവും ശ്രീകൃഷ്ണ ക്ഷേത്രം, ഐതിഹ്യങ്ങൾ, ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ വിശദമായ വിവരണം, പഴയ കാലം മുതലുള്ള ആഘോഷങ്ങൾ തുടങ്ങിയ സമകാലിക അവസ്ഥ വരെ വളരെ വിശദമായും സൂക്ഷ്മമായും പ്രതിപാദിച്ചിട്ടുള്ള പൂർണ്ണാവതാരം എന്ന ഗ്രന്ഥത്തിലെ വിശദീകരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഗുരുവായൂർ ചരിത്രവും മാഹാത്മ്യങ്ങളും എല്ലാവരും അറിയുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രതിഷ്ഠാ മാഹാത്മ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ അവിടുത്തെ എല്ലാ പൂജകൾ, ഉത്സവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിനി ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും കേൾക്കുക. അപ്പോൾ ഏഴാമത്തെ ഭാഗം പറയുന്നത് ആനയോട്ടം, അതേപോലെ ഗുരുവായൂരപ്പൻ്റെ പഴുക്കാമണ്ഡപം, പള്ളിവേട്ട, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. മഞ്ജുളാലിന് സമീപത്ത് നിന്ന് ആദ്യം ഓടിയെത്തി ക്ഷേത്ര പ്രദക്ഷിണം വയ്ക്കുന്ന ആനയെയാണ് വിജയിയായി പ്രഖ്യാപിക്കുന്നത്. ഈ ആനയാണ് ഉത്സവം തീരുവോളം ശീവേലി എഴുന്നള്ളിപ്പിന് പ്രത്യേകം പരിഗണനയോട് ചടങ്ങ് നിർവഹിക്കുന്നത്. ഇതേ ദിവസം രാത്രിയിലാണ് ഉത്സവം കൊടി കയറുന്നത്. വിഷ്ണു വാഹനമായ ഗരുഡന്റെ ചൈതന്യം തന്ത്രി ആവാഹിച്ച് കൊടിമരവും വന്ദിക്കുന്നു. പണ്ടുകാലങ്ങളിൽ പുതിയേടത്ത് പിഷാരടി കൊടിയേറ്റത്തിന് മുമ്പേ സങ്കടക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്ന പതിവുണ്ടായിരുന്നു. സങ്കടക്കാരുള്ളപ്പോൾ ആഘോഷിക്കുന്നത് ഉചിതമല്ല എന്ന് വിചാരിച്ച് ഭഗവാൻ സ്വയം വിളിച്ചു ചോദിക്കുന്നു എന്നാണ് സങ്കല്പം. ശേഷം കൊടി ഉയരുന്നു. രണ്ടാം ദിവസം ഉഷപൂജ കഴിഞ്ഞ് വിളക്കുമാടത്തിന് പുറത്ത് 8 ധ്വജദേവതാ സ്ഥാനങ്ങളിലും താന്ത്രിക വിധിപ്രകാരം കൊടി, അതായത് ദിക്കൊടികൾ സ്ഥാപിക്കുന്നു. പണ്ട് 1, 9, 10 ദിവസങ്ങളിലെ ഉത്സവാഘോഷങ്ങളാണ് ദേവസ്വം നേരിട്ട് നടത്തിയിരുന്നത്. മറ്റ് 7 ദിവസങ്ങളിലെ ആഘോഷങ്ങൾ മല്ലിശ്ശേരി, നെല്ലിയൂർ, തൃത്താല, തത്തമംഗലം, പിള്ളനഴി, ചൊമന, അരിമ്പൂർ എന്നീ 7 ഊരാളന്മാരായിരുന്നു നടത്തിയിരുന്നത്. ഓരോ കാലങ്ങളിൽ ഇവർ എല്ലാവരും ആ ചുമതലകളിൽ നിന്ന് ഒഴിവായി. 1931 മല്ലിശ്ശേരി ഒഴിവായി. ഭൂപരിഷ്കരണ നിയമം വരുവോളം 6ാം വിളക്ക് ദിവസത്തെ ചെലവ് കുന്നത്തൂർ രാജവംശം വഴിപാടായി നടത്തിയത് നിർത്തി. ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ചെലവിലും നേരിട്ടുള്ള മേൽനോട്ടത്തിലുമാണ് എല്ലാ ദിവസത്തെയും ഉത്സവാഘോഷം. ഉത്സവകാലത്തുള്ള പൂജകൾ കൂടുതൽ നിഷ്ഠയോടും ചിട്ടയോടും ആർഭാടത്തോടും നടത്തപ്പെടുന്നു. ഉച്ചപൂജ കഴിഞ്ഞാൽ കൂത്തമ്പലത്തിൽ ചാക്യാർ കൂത്തിൻ്റെ വേദി സജീവമാകുന്നു. ഗുരുവായൂരപ്പന് പഴുക്കാമണ്ഡപത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഉത്സവകാലത്ത് മാത്രം ഭഗവാനെ എഴുന്നള്ളിക്കുവാൻ ഉപയോഗിക്കുന്ന പഴുക്കാമണ്ഡപം 1993 സ്വർണ്ണത്തകിട് പതിച്ച് സമർപ്പിച്ചു. 3 കിലോ സ്വർണവും 10 കിലോ വെള്ളിയും ഉപയോഗിച്ചാണ് നിർമ്മാണം. ശ്രീകോവിലിൻ്റെ മാതൃകയിൽ തേക്കിൻ പലകകൾ നിർമ്മിച്ച് വെള്ളിത്തകിട് കൊണ്ട് പൊതിഞ്ഞു. അതിന് മീതെ സ്വർണ്ണപ്പാളികൾ ഉറപ്പിച്ചു. താഴികക്കുട അടക്കം 6 അടിയോളം ഉയരവും 3 അടിയോളം സമചതുരവുമുണ്ട് മണ്ഡപത്തിന്. 15 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് മണ്ഡപം നിർമ്മിച്ചത് കെ രാഘവ വാര്യർ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നപ്പോഴാണ്. അപ്പോൾ മരപ്പണി ഗുരുവായൂരിലെ രാമകൃഷ്ണൻ ആചാരിയും സ്വർണ്ണപ്പണി പഴനിയിലെ സാനിയ ഇലക്ട്രോ പ്ലേറ്റിംഗ് വർക്സിലെ താജുദ്ദീനുമാണ് ചെയ്തത്. ആന്റണി രാജുവാണ് പണി ചെയ്യുന്നതിൽ സഹായിയായത്. ഉത്സവ ദിവസങ്ങളിൽ ഭഗവാന്റെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭഗവാനെ സ്വർണ്ണ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തുന്ന പതിവുണ്ട്. ശ്രീകോവിലിന് പുറത്ത് തെക്ക് ഭാഗത്താണ് എഴുന്നള്ളിച്ച് വയ്ക്കൽ. 1 മണിക്കൂറോളം ഭക്തജനങ്ങൾക്ക് ശ്രീഭൂതബലി തൊഴുവാൻ അവസരം ഒരുക്കുന്നു. ആയതിനു ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച് ചടങ്ങ് കഴിഞ്ഞ് തിരിച്ച് ശ്രീകോവിലിലേക്ക് എഴുന്നള്ളിക്കുന്നു. ഉച്ചപൂജ, നിവേദ്യവും മറ്റും നടത്തുന്നു. രാത്രിയും ഇതുപോലെ വടക്കേ നടയിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. ഈ സമയത്ത് തായമ്പക പതിവുണ്ട്. ഉത്സവകാലത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് ശീവേലി എഴുന്നള്ളിപ്പ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടത്തുന്നു. സാധാരണ ഒരാനയാണ് ശീവേലി എഴുന്നള്ളിപ്പിനെങ്കിൽ ഈ സമയത്ത് 3 ആനകളെ എഴുന്നള്ളിക്കുന്നു. ഉത്സവ ബലി ചടങ്ങിന് 3 തരം ഹവിസുകൾ തയ്യാറാക്കുന്നു. വെള്ള നിവേദ്യം, കദളിപ്പഴം, ശർക്കര എന്നിവയടങ്ങിയ ദേവഹവിസ്, അപ്പോൾ അത് സാത്വിക സ്വഭാവമുള്ളത്. തൈരും മഞ്ഞപ്പൊടിയും കലർന്ന പരിഷിത ഹവിസ്, അത് രാജസ്വഭാവം. അരി, എള്ള്, കദളിക്കായ എന്നിവയുള്ള ഭൂതഹവിസ്, അത് താമസ സ്വഭാവം. എല്ലാ മനുഷ്യാതീത ശക്തികളെയും തൃപ്തിപ്പെടുത്തി ഗ്രാമവാസികളെ ആകമാനം ആപന്മുക്തരാക്കി തീർക്കുന്ന ബലികർമ്മങ്ങൾ വളരെ പ്രധാനമാണ്. ഉത്സവം 8ാം ദിവസം നടത്തുന്ന ശ്രീഭൂതബലി ഉത്സവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള താന്ത്രിക വിധി അനുസരിച്ചുള്ള അനുഷ്ഠാനമാണ്. തന്ത്രിയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഭക്തി നിർഭരമായ ചടങ്ങാണിത്.
നാലമ്പലത്തിനകത്ത് ദേവ ഹവിസും പരിവാരങ്ങൾക്ക് പരിഷിത ഹവിസും, നാലമ്പലത്തിന് പുറത്ത് ഭൂതഹവിസുമാണ് തൂവുന്നത്. ഈ അവസരത്തിൽ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് പ്രവഹിക്കും. നാലമ്പലത്തിലെ ശ്രീഭൂതബലിക്ക് ശേഷം പുറത്ത് ഭൂമാതാക്കൾക്ക് ബലിയർപ്പിക്കുവാൻ തന്ത്രി ബാഹ്യാങ്കണത്തിൽ പ്രവേശിക്കുന്നു. സർവഭൂതഗണങ്ങൾക്കും ബലിയർപ്പിക്കുന്ന ഈ 8-ാം ദിവസത്തെ ചടങ്ങ് കാലത്ത് ഏകദേശം 10 മണിക്ക് ആരംഭിച്ച് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ അവസാനിക്കുന്നു. പള്ളിവേട്ടയെക്കുറിച്ച് പറയാം. പള്ളിവേട്ട ദിവസം ക്ഷേത്രത്തിനകത്ത് ഭക്തജനങ്ങൾക്ക് വൈകിട്ട് പതിവ് ദർശന സൗകര്യമില്ല. 5 മണിയോടുകൂടി കിഴക്കേ നടയിൽ കൊടിമരച്ചുവട്ടിലെ പഴുക്കാമണ്ഡപത്തിൽ ഇരുത്തി ഭഗവത് വിഗ്രഹത്തിന് ദീപാരാധന നടത്തുന്നു. കീഴ്ശാന്തിയാണ് ദീപാരാധന നടത്തുന്നത്. അതിനുശേഷം ഭഗവാനെ ആനപ്പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. കിഴക്കേ നടയിലൂടെ ഭഗവത് വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ പഞ്ചവാദ്യം, നാദസ്വരം, വാദ്യമേളങ്ങൾ, കൃഷ്ണനാട്ടം, അതേപോലെ കലാകാരന്മാരുടെ വേഷഭൂഷാദികളോടെയുള്ള അകമ്പടി എന്നിവ സജ്ജമാക്കിയിരിക്കും. 9-ാം ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ഭഗവാൻ ഗ്രാമബലി ഘോഷയാത്രയ്ക്കായി പുറത്തേക്ക് എഴുന്നള്ളുന്നു. തന്ത്രിയോ ഓദിക്കനോ എഴുന്നള്ളിനൊപ്പം പുറത്തേക്ക് വന്ന് ഗ്രാമദേവതകൾക്ക് വേണ്ടി അന്നവും പുഷ്പവും ക്ഷേത്രത്തിൻ്റെ 4 കോണുകളിലും എഴുന്നള്ളിച്ചു പോകുന്ന വഴിനീളെ തൂവുന്നു. ഗ്രാമബലി ഘോഷയാത്ര മതിൽക്കെട്ടിന് പുറത്തുകൂടി ക്ഷേത്രക്കുളം വലം വെച്ച് ക്ഷേത്രത്തിനകത്തേക്ക് തന്നെ മടങ്ങും. ഉടനെ പള്ളിവേട്ടയ്ക്കുള്ള പുറപ്പാടാണ്. പന്നിവേഷം കെട്ടി ശരീരം മുഴുവൻ പാള കൊണ്ടും മറ്റു വസ്തുക്കളെ കൊണ്ടും മറച്ചു കെട്ടി പന്നി മുഖം വെച്ച് വരുന്ന ഇവരെ പന്നിമനുഷ്യം എന്നാണ് പറയുക. ഭഗവാൻ ദേവസ്വം ഓഫീസ് അനക്സിൻ്റെ, അതായത് കച്ചേരിയുടെ സമീപത്ത് എഴുന്നള്ളും. പണ്ട് 3 കുടുംബക്കാരായിരുന്നു പന്നിമനുഷ്യൻ കെട്ടിയിരുന്നത്. ഇന്ന് കൂടുതൽ പേർ പങ്കെടുക്കുന്നു. പന്നിവേഷം കെട്ടിയാൽ ഭഗവാന് സന്തോഷമാകുമെന്നും രോഗശമനവും ആരോഗ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. പള്ളിവേട്ടയ്ക്ക് ആനയ്ക്ക് ചെറിയ നെറ്റിപ്പട്ടമാണ് ഉപയോഗിക്കുന്നത്. വനദേവതമാരുടെ അനുമതി തേടലിന് ശേഷം പുതിയേടത്തെ പിഷാരടി പന്നിമനുഷ്യം ഹാജരുണ്ടോ എന്ന് 3 തവണ വിളിച്ച് ചോദിക്കുന്നു. പന്നിവേട്ട തുടങ്ങുമ്പോൾ പന്നികൾ ഓടി രക്ഷപ്പെട്ട് ക്ഷേത്രത്തിൽ അഭയം പ്രാപിക്കും. ചിലർ തട്ടിത്തടഞ്ഞു വീണാലും പിടഞ്ഞെണീക്കും. ഭഗവാൻ ആനപ്പുറത്തിരുന്ന് പന്നികളെ അനുധാവനം ചെയ്യുന്നു. ഓടിയും ചാടിയും അട്ടഹസിച്ചും ആർപ്പു വിളിച്ചും മുന്നിലും പിറകിലുമായി 9 വട്ടം ക്ഷേത്രം വലം വയ്ക്കുന്നു. 9ാമത്തെ വലം വെക്കലിന് ശേഷം പന്നിമനുഷ്യ നേതാവ് പിടഞ്ഞു വീഴും. ഭഗവാൻ വേട്ടയാടി വീഴ്ത്തിയെന്നാണ് സങ്കല്പം. അവകാശികൾ പന്നിയെ തണ്ടിലേറ്റി കൊണ്ടുപോകുന്നു. ഭഗവാന്റെ വരാഹാവതാരത്തെയും മനുഷ്യ മനസ്സിൻ്റെ ചപലതയും പന്നിവേഷത്തിലൂടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സർവം സഹയായ ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ചരാചരങ്ങൾക്കും ഒരുപോലെ സ്ഥാനമുണ്ടെന്നും എല്ലാം പരസ്പര വിധേയങ്ങളും പരസ്പര പൂരകങ്ങളുമാണെന്ന് മനസ്സിലാക്കുന്നു. ഉത്തമമായ മനുഷ്യ ജീവിതത്തെ ധന്യമാക്കാൻ ആചാരാനുഷ്ഠാന സംഹിതകൾ ആസൂത്രണം ചെയ്തതാണ് പള്ളിവേട്ട. ഇത് കഴിഞ്ഞാൽ വിഗ്രഹം അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ഭഗവാന് പള്ളിക്കുറിപ്പിനുള്ള സജ്ജീകരണങ്ങൾ മണ്ഡപത്തിൽ ഒരുങ്ങിയിരിക്കും. അന്ന് മണ്ഡപത്തിൽ പള്ളി ഉറങ്ങുന്നു. പട്ടുപരവതാനികളും അലങ്കാരങ്ങളും കൊണ്ട് മോടി പിടിപ്പിച്ച മണ്ഡപത്തറയിൽ മുളയറയിലെ ധാന്യമുളകൾ നിരത്തി വയ്ക്കുന്നു. അത്താഴപൂജ കഴിഞ്ഞ് മണ്ഡപത്തിൽ ഒരുക്കിയ സപ്രപഞ്ചത്തിൽ ഭഗവാനെ പള്ളി ഉറക്കാൻ കിടത്തുന്നു. പള്ളിവേട്ട കഴിഞ്ഞ് പരീക്ഷീണനായ ഭഗവാൻ പിറ്റേന്ന് ഉണരുന്നത് 6 മണിയോടെയാണ്. അന്നേ ദിവസം 3 മണിക്ക് നട തുറക്കില്ല. പശുക്കുട്ടിയെ കണി കണ്ടും ശംഖനാദം ശ്രവിച്ചുമാണ് ഭഗവാൻ പള്ളി ഉണരുന്നത്. തീർത്ഥജലം കൊണ്ടുള്ള അഭിഷേകത്തിന് പുറമേ ചാന്ത് കൊണ്ടുള്ള അഭിഷേകവും പ്രത്യേകമായി ഭഗവാന് നടത്താറുണ്ട്. ഭഗവാന്റെ പള്ളിയുറക്കത്തെക്കുറിച്ചും പള്ളി ഉണർത്തലിനെ കുറിച്ചും എല്ലാവരും അറിഞ്ഞിരിക്കുക. 10-ാം ദിവസം ആറാട്ടിന് രാവിലെ പള്ളി ഉണരുന്ന ഭഗവാന് കണി കാണാൻ കണിക്കോപ്പ് ഒരുക്കി വയ്ക്കുന്നു. പശുക്കിടാവിൻ്റെ കരച്ചിൽ കേട്ട് ഭഗവാൻ പള്ളി ഉണരുന്നു എന്നാണ് സങ്കല്പം. പശുക്കിടാവിനെ ക്ഷേത്രം നാലമ്പലത്തിനകത്ത് മണിക്കിണറിനടുത്ത് നമസ്കാര മണ്ഡപത്തിൽ പള്ളി ഉറങ്ങുന്ന ഭഗവാനെ ഉണർത്താനായി സജ്ജമാക്കുന്നു. ഭഗവാന് അഭിഷേകത്തിനുള്ള ജലം, പല്ല് തേപ്പിക്കുവാൻ കടലാടിച്ചമത, അതേപോലെ നാക്കു വടിക്കുവാൻ പച്ച ഈർക്കില, എണ്ണ, വാക, ചാന്ത്, ഗോരോചന, അഞ്ജനം, പുഷ്പം, മാല എന്നിവയൊക്കെ ഒരുക്കി ഇങ്ങനെ വെക്കുന്നു. ഇവ പൂജിച്ച് പള്ളി ഉറങ്ങുന്ന ഭഗവാനെ കണി കാണിച്ച് നടിപ്പുരയിൽ ഇങ്ങനെ എഴുന്നള്ളിച്ച് തൈലാഭിഷേകം, വാകച്ചേർത്ത് മുതലായവ ചെയ്ത് മലർ നിവേദ്യവും ഉഷപൂജയും നടത്തുന്നു. അതിനുശേഷം വാദ്യാഘോഷങ്ങളോടെ തിടമ്പ് ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ച് തിടമ്പിലുള്ള ചൈതന്യം ആവാഹിച്ചിങ്ങനെ എടുത്തിട്ട് മൂലവിഗ്രഹത്തിലേക്ക് പകർന്ന് എതിരേറ്റ് പൂജ നടത്തുന്നു. ഇത്രയും പൂജകൾ തന്ത്രിയാണ് നടത്തുന്നത്. ഇതിനുശേഷം സുമാർ 8 മണിക്ക് മാത്രമേ ഗോപുരം തുറന്ന് ഭക്തജനങ്ങളെ പ്രവേശിപ്പിക്കുകയുള്ളൂ. കാലത്ത് പതിവ് ശീവേലിയില്ല. ഉച്ചപൂജ സമയത്ത് പന്തീരടി പൂജ നടത്തിക്കഴിഞ്ഞാൽ നട അടയ്ക്കും. പിന്നെ വൈകിട്ട് 3 മണിക്കാണ് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത്.
ഗുരുവായൂരപ്പന്റെ ആറാട്ടിനെ കുറിച്ച് പറയാം. പഞ്ചലോക വിഗ്രഹമാണ് ആറാട്ടിന് ഉപയോഗിക്കുന്നത്. അതായത് ഭഗവാന്റെ ഉത്സവ വിഗ്രഹങ്ങൾ രണ്ടെണ്ണമുണ്ട്. ഒന്ന് സ്വർണവും മറ്റേത് പഞ്ചലോഹവും. പഞ്ചലോഹ നിർമ്മിതമായത് പഴക്കമേറും. ഇത് ആറാട്ടിനാണ് പുറത്തെടുക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ നട തുറന്ന് ഗ്രാമബലിക്കുള്ള ഒരുക്കങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു. ഭഗവത് ചൈതന്യം മൂലവിഗ്രഹത്തിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് തന്ത്രി ആവാഹിക്കുന്നു. മൂലവിഗ്രഹം കോടി വസ്ത്രം കൊണ്ട് മൂടി ദർഭ കൊണ്ട് കെട്ടുന്നു. അനന്തരം ഉത്സവ വിഗ്രഹം ബാഹ്യാങ്കണത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. ബലി അർപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം വലം വെച്ച് നിന്ന ശേഷം കൊടിമരത്തറയുടെ വടക്കു ഭാഗത്തായി നടപ്പാതയിൽ ഭഗവത് ബിംബം എഴുന്നള്ളിച്ചു വയ്ക്കുന്നു. ഈ സമയത്താണ് ദീപാരാധന നടത്തുന്നത്. ഭക്തജനങ്ങൾക്ക് ഈ സമയത്ത് ഭഗവാനെ ദർശിച്ച് കാണിക്ക അർപ്പിക്കുവാൻ കഴിയുന്നു. അതായത് ഈ ദിവസവും കീഴ്ശാന്തിയാണ് പഴുക്കാമണ്ഡപത്തിൽ ദീപാരാധന നടത്തുന്നത്. വൈകുന്നേരം 6:30 കിഴക്കേ ഗോപുരം കടന്ന് ആറാട്ടിനുള്ള എഴുന്നള്ളിപ്പായി. ആദ്യം പഞ്ചവാദ്യം, പിന്നീട് പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് ആറാട്ട് ഘോഷയാത്ര. അതായത് പാണ്ടിമേളം തനി കേരളീയമല്ലാത്തതിനാലും ആസുരമായതിനാലും ക്ഷേത്രത്തിനകത്ത് ഇതിന് പ്രാധാന്യം നൽകാറില്ല. എഴുന്നള്ളിപ്പ് തെക്ക് ഭാഗത്തേക്ക് സാവധാനം നീങ്ങി ക്ഷേത്രം ചുറ്റി പടിഞ്ഞാറേ ഗോപുരത്തിൽ എത്തുന്നു. ഈ സമയത്ത് ഭക്തജനങ്ങൾ നിറപറയും നിലവിളക്കും വെച്ച് വഴിനീളെ ഗുരുവായൂരപ്പനെ ഭക്ത്യാദരപൂർവ്വം എതിരേൽക്കുമ്പോൾ അവിടെ നിന്ന് സാവധാനം വടക്കോട്ട് നീങ്ങി ക്ഷേത്രക്കുളം വലം വച്ച് പാണ്ടിമേളത്തോടെ അത്താണിക്ക് സമീപം എത്തിച്ചേരുമ്പോൾ വാദ്യഘോഷങ്ങളെല്ലാം ഒരു നിമിഷം നിലയ്ക്കുന്നു. പണ്ട് ക്ഷേത്രം നടത്തിപ്പുകാരനായ കണ്ടിയൂർ പട്ടർകൃതി ഇങ്ങനെ നിർവഹണത്തിനിടയിൽ മൃതിയടഞ്ഞ സ്ഥലത്തിൻ്റെ സ്മരണ പുതുക്കലാണിത്. അപ്പോൾ പരേതൻ്റെ കുടുംബത്തിലെ കാരണവനായ വ്യക്തി ആ സമയം മുന്നോട്ട് വന്ന് നമുക്ക് സങ്കടമില്ലെന്ന് ഉണർത്തിക്കുന്നു. ഇതിനുശേഷം ആറാട്ട് എഴുന്നള്ളിപ്പ് മുന്നോട്ട് നീങ്ങുന്നു. ഗുരുവായൂരപ്പൻ ആശ്രിത വത്സലനാണെന്ന് കൂടുതൽ വ്യക്തമാവുന്ന അവസരമാണിത്. പഞ്ചമഹാപാപങ്ങളുടെ ദുഷ്ഫലങ്ങളെ പോലും കളഞ്ഞ് പുനരാവർത്തിഹീനമായ നിത്യമുക്തി സ്ഥാനത്തേക്ക് ഭക്തന്മാരെ എത്തിക്കുന്നതാണ് ആറാട്ട്. വിശിഷ്ട തീർത്ഥങ്ങളിൽ വേണം ആറാട്ട്. അപ്പോൾ എഴുന്നള്ളിപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ കീഴ്ശാന്തി ഉത്സവ വിഗ്രഹവുമായി രുദ്രതീർത്ഥത്തിലെ ആറാട്ട് കടവിലേക്ക് ഇങ്ങനെ നീങ്ങുന്നു. തന്ത്രി ഭഗവത് വിഗ്രഹം ഏറ്റുവാങ്ങി മന്ത്രോച്ചാരണത്തോടെ രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി ഒരു പ്രാവശ്യം മുങ്ങുന്നു. ഈ സമയത്ത് ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്ന് നാരായണധ്വനികൾ മുഴങ്ങുന്നു. വിഗ്രഹവുമായി കരയ്ക്കു കയറിയ തന്ത്രി ഇളനീര് കൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം നടത്തും. അതിനുശേഷം മഞ്ഞൾ പൊടിയിൽ അഭിഷേകം നടത്തി വിഗ്രഹവുമേന്തി തന്ത്രി വീണ്ടും തീർത്ഥത്തിൽ മുങ്ങുന്നു. ഗംഗയെയും വരുണനെയും പൂജിച്ച് പുഷ്പാഞ്ജലി ചെയ്ത് പവിത്രമാക്കിയ ആ തീർത്ഥസ്ഥാനത്താണ് ദേവനും ഭക്തരും സ്നാനം ചെയ്യുന്നത്. ആ ധന്യമുഹൂർത്തത്തിൽ ഭഗവാനോടൊപ്പം ഭക്തജനങ്ങളും മറ്റു കടവുകളിൽ മുങ്ങിക്കുളിക്കും. ദിവ്യാനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്ത നിമിഷങ്ങളാണ് ഭക്തജന ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്. ആറാട്ടിന് ശേഷം രുദ്രതീർത്ഥത്തിൽ നിന്നും വിഗ്രഹം ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ എഴുന്നള്ളിക്കുന്നു. അതിനുശേഷം രാത്രിയായാലും ആറാട്ടിന് ശേഷമാണ് അന്നേ ദിവസം ഭഗവാന്റെ ഉച്ചപൂജ. വർഷത്തിൽ ഈ ഒരു ദിനം മാത്രമാണ് ഭഗവതിക്കൊപ്പം വാതിൽ മാടത്തിൽ ഗുരുവായൂരപ്പന് ഉച്ചപൂജ നടത്തുന്നത്. അതിനുശേഷം തന്ത്രി ഉത്സവ വിഗ്രഹം കീഴ്ശാന്തിയെ ഏൽപ്പിക്കുന്നു. കീഴ്ശാന്തി ഭഗവത് വിഗ്രഹവുമായി ആനപ്പുറത്ത് കയറി ക്ഷേത്ര ബാഹ്യാങ്കണത്തിൽ പ്രവേശിക്കുന്നു. കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ഊരാളൻ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാട് ഭഗവാനെ നിറപറ വെച്ച് സ്വീകരിക്കും. മുല്ലപ്പൂ, ഉണക്കലരി എന്നിവ വിധാനിച്ചിരിക്കും. പിന്നീട് ഓട്ടപ്രദക്ഷിണം. ഈ ആനപ്പുറത്ത് കയറി വിഗ്രഹമേന്തി ഓട്ടപ്രദക്ഷിണവും തുടങ്ങുന്നു. കൊടിയേറ്റത്തിന് 7 പ്രദക്ഷിണവും പള്ളിവേട്ടയ്ക്ക് 9, ആറാട്ടിന് 11 ഓട്ടപ്രദക്ഷിണം. അങ്ങനെയാണ് കണക്ക്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ചടങ്ങാണിത്. ഈ ചടങ്ങ് ഒരു ചികിത്സാവിധി കൂടിയാണെന്ന് കരുതുന്നു. വാതരോഗ പീഡിതരായ ഭക്തജനങ്ങൾ വികാരാവേശത്താൽ സ്വയം മറന്ന് അസുഖം മറന്ന് ഓടുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അഷ്ടാവക്രൻ, കുബ്ജ ഇവരുടെ അംഗവൈകല്യം മാറ്റിയ ശ്രീകൃഷ്ണ ഭഗവാൻ അത്ഭുതങ്ങൾ ആവർത്തിച്ചേക്കാം. 11ാമത്തെ പ്രദക്ഷിണ ശേഷം ഉത്സവ വിഗ്രഹം അകത്തേക്ക് എഴുന്നള്ളിക്കുന്നു. കൊടി ഇറക്കേണ്ട സമയത്ത് പിഷാരടി എത്തി സങ്കടക്കാരുണ്ടോ എന്ന് ചോദിച്ച് പരിഹരിച്ച് ഗുരുവായൂരപ്പൻ തിരികെ എഴുന്നള്ളുന്ന സമയമാണ്. അനന്തരം ധ്വജസ്തംഭത്തിൽ നിന്ന് ഉത്സവക്കൊടി താഴെ ഇറക്കുന്നതോടെ തിരുവുത്സവത്തിന് ശുഭപര്യവസാനമാകുന്നു. പൊതുജനങ്ങൾക്ക് ഉത്സവം കഴിഞ്ഞെന്നിരിക്കലും ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മം ബാക്കിയുണ്ട്. ഉത്സവ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച ഭഗവത് ചൈതന്യം മൂലവിഗ്രഹത്തിലേക്ക് സംക്രമിപ്പിക്കണം.
അപ്പോൾ മൂലവിഗ്രഹത്തിൽ ആവരണം ചെയ്ത കോടി വസ്ത്രം മാറ്റി തന്ത്രി ദേവചൈതന്യം ബിംബത്തിലേക്ക് ആവാഹിക്കുന്നു. അതായത് ആറാട്ട് എഴുന്നള്ളിപ്പിന് ഭഗവത് ചൈതന്യം ഉത്സവ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് നടയടച്ച് ഇങ്ങനെ ഇടുന്ന സമയത്ത് വികാര നിർഭരവും ഭക്തി നിർഭരവുമായ ശാന്തതയാണ് ക്ഷേത്രത്തിനകത്ത് അനുഭവപ്പെടുന്നത്. ഭഗവാന് 25 കലശാഭിഷേകത്തോടെ ചടങ്ങുകൾ തീരുന്നു. അത്താഴ ശീവേലി കഴിഞ്ഞേ നടയടയ്ക്കുകയുള്ളൂ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ, അതായത് ഗുരുവായൂരമ്പലത്തിലെ ഉത്സവവും അതേപോലെ ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാം ഗുരുവായൂരപ്പൻ്റെ ഭക്തരായിട്ടുള്ളവർ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി 8ാമത്തെ ഭാഗത്ത് നമ്മൾ മേൽപ്പത്തൂരിനെ കുറിച്ചും പൂന്താനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക. എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഒരുപാട് കൃഷ്ണൻ്റെ കഥകളും അങ്ങനെയുള്ളതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഗുരുവായൂരിലുള്ള ചരിത്രങ്ങളും അതേപോലെ അവിടുത്തെ പൂജകൾ അങ്ങനെയുള്ളതൊക്കെ കുറേ പേർക്കെങ്കിലും അറിയാത്തവർ കാണുമായിരിക്കും. അപ്പോൾ അറിവ്, അതായത് അവർക്കെല്ലാവർക്കും ഇതൊരു അറിവായിരിക്കും. നമ്മുടെ ഒരു അറിവുകളും ചെറുതല്ല, അല്ലേ? എല്ലാ അറിവുകളും വളരെ വലുതാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ചും അവിടെയുള്ള എല്ലാ ഉത്സവങ്ങളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും എല്ലാവരും അങ്ങനെ അറിഞ്ഞിരിക്കുക. അപ്പം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.